السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. قال الله سبحانه وتعالى: إن هذا القرآن يهدي للتي هي أقوى. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താല് അവൻ്റെ ഔദാര്യത്താല് നമ്മളൊക്കെ അള്ളാഹു തആല ഖുർആനിൻ്റെ അഹലുകാരാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കാനും അതിൻ്റെ അർത്ഥ ആശയങ്ങളെ മനസ്സിലാക്കാനൊക്കെ അള്ളാഹു തആല നമുക്ക് അവസരം നൽകി എന്നുള്ളത് തന്നെ അള്ളാഹു നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയും ഔദാര്യത്തിന്റെയും ഫലമാണ്. ഇപ്പൊ നമ്മളോട് ഖുർആൻ ക്ലാസ് എങ്ങനെ സംഘടിപ്പിക്കും, എങ്ങനെ അത് അവതരിപ്പിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ്. ഒരു മുദാക്കറ മാത്രമാണെന്നത്. കാരണം നമ്മളെക്കാളും കൂടുതൽ ഇത് ഖുർആന്റെ സദസ്സ് നടത്തുന്ന, അതിനെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുള്ള ഒരു സദസ്സാണല്ലോ. നമുക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹത്തെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. ആരുടെയെങ്കിലും വർത്തമാനങ്ങളല്ല, വാക്കുകളല്ല, ആരുടെയെങ്കിലും ചിന്തകൾ എഴുതപ്പെട്ടതുമല്ല. നമ്മളോട് നമ്മളുടെ സൃഷ്ടാവ്, നമ്മളുടെ പരിപാലകൻ, നമ്മളുടെ അല്ലാഹ് നമ്മളോട് സംവദിക്കുന്നതാണ്, സംസാരിക്കുന്നതാണ്. അത് നമ്മളോടും സംസാരിക്കുകയാണ്, ലോകരോട് മൊത്തമായിട്ട് സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഈ കലാമില് നമ്മൾക്കും ലോകർക്കും ഹിദായത്തുണ്ട്, സന്മാർഗമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കാൻ തയ്യാറായാൽ, പഠിപ്പിക്കാൻ തയ്യാറായാൽ നമുക്കും പ്രയോജനമാണ്, അതിനപ്പുറം ലോകർക്കും അതുകൊണ്ട് പ്രയോജനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം അള്ളാഹു തആല നൽകിയ ഈ ഔദാര്യത്തെ കുറിച്ചുള്ളതായ ശുക്ർ, ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത് ഖുർആനിനെ വളരെ പഠിപ്പിക്കാനും അതിന്റെ ദർസ് നടത്താനുള്ളതായ അതിയായ താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുക. നമുക്കെല്ലാവർക്കും അറിയാം, ഖുർആൻ അതിന്റെ അർത്ഥമറിയാതെ തന്നെ നമ്മളത് പാരായണം ചെയ്താൽ, അല്ലെങ്കിൽ പാരായണം മറ്റുള്ളവർക്ക് ഓതി കേൾപ്പിച്ചാൽ, അവരുടെ മനസ്സുകൾക്ക് അതിൽ വലിയൊരു മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. നമ്മൾ പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഖുർആന്റെ പാരായണം കേട്ട് അതറിയാത്ത മറ്റു മതസ്ഥർ കരയുന്നതായിട്ട്, അവരുടെ ഹൃദയങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നല്ലോ. പക്ഷേ നമുക്കെല്ലാവർക്കും ചരിത്രങ്ങളൊക്കെ അറിയാം. സൂറത്ത് ത്വാഹയുടെ ആദ്യത്തെ ചില ആയാത്തുകൾ ഓതുകയും അത് വായിക്കുകയും അതിലൂടെ തന്റെ മനസ്സിനൊരു മാറ്റമുണ്ടായി. എനിക്കും ഈ ഖുർആനിന്റെ ആളാകണം, ഈ ഖുർആനിനെ അവതരിപ്പിച്ച അള്ളാഹുവിൽ വിശ്വാസിയാകണം, പ്രവാചകനെ വിശ്വസിക്കണം എന്നുള്ള ആഗ്രഹത്താൽ അവിടെ നിന്ന് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദ്യകാല സഹാബാക്കളും ഒരുമിച്ച് കൂടിയ ദാറുൽ അർഖമിലേക്ക് പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട ആളാണ്. പക്ഷെ മനസ്സിന് മാറ്റമുണ്ടായി. ഇതുപോലെ ഖുർആൻ നമ്മൾ പഠിക്കാൻ, അതിനെ ഹിഫ്ള് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ അർത്ഥ ആശയങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ തുനിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാറ്റം നമുക്കുണ്ടാകുക, അതേപോലെ തന്നെ ശ്രോതാക്കൾക്കും ഉണ്ടാകും. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അങ്ങനല്ലേ അല്ലാഹു തആല അവതരിപ്പിച്ച ഈ ഗ്രന്ഥം, അത് അനുഗ്രഹീത ഗ്രന്ഥം. തദബ്ബുറും വേണം, തഫക്കുറും വേണം. ലിയതദക്കറ ഉലുൽ അൽബാബ്. തദക്കുറും തദബ്ബുറും രണ്ടും വേണമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. തദക്കുർ എന്ന് പറഞ്ഞാല്
ഇതിന്റെ അവസാനം, ഈ ആയത്ത് നമ്മൾ പഠിച്ചാൽ അവസാനം നമുക്ക് എന്താണ് കിട്ടുക, അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കലാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലൂടെ ചില ദലീലുകൾ, ചില വഴികൾ, ചില തെളിവുകൾ എല്ലാം നമുക്ക് ലഭിക്കും. അതിലൂടെ ഈ ആയത്ത് ലക്ഷ്യമാക്കുന്ന ഉദ്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എളുപ്പമാകും. അപ്പൊ തദബ്ബുർ ഉണ്ടായി, പിന്നെ തദക്കുറിലേക്ക് നമുക്ക് എത്തിയാൽ ആ ആയത്തിന്റെ പൊരുൾ എന്താണ്, ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആയത്തിന്റെ വിവരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഓരോ ആയത്തും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും നമുക്ക് ഈ രണ്ട് ലക്ഷ്യങ്ങൾ മെയിനായിട്ട് വേണം. ഖുർആൻ അത് വലിയൊരു അമാനുഷിക ഗ്രന്ഥമാണ്. ഏത് കഠിന മനസ്സുകളെയും മാറ്റാനുള്ളതായ ഒരു ശേഷി അതിനുണ്ട് എന്നുള്ള വ്യക്തമായ ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോഴാണ്, ഒരു ധാരണ ഉറപ്പ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ ഓതിക്കൊടുക്കുന്ന ആയത്തുകളിലൂടെ അതിന്റെ ശ്രോതാക്കൾക്ക് ഒരു മാറ്റം ഉണ്ടാകുള്ളൂ. പർവ്വതത്തിന് വരെ അല്ലാഹു തആല പറഞ്ഞു, അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പർവ്വതത്തിൽ ഈ തഅസ്സുർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരുടെ മനസ്സുകളിൽ തഅസ്സുർ ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. അതുണ്ടാകുമെന്ന വ്യക്തമായ ഒരു ചിന്തയിലാകണം നമ്മളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകേണ്ടത്. കൂടുതലായി ഞാൻ പറയുന്നില്ല. നമ്മള് ഖുർആനിനെ, അതിന്റെ അർത്ഥ ആശയ തലങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ഒന്ന് പ്രധാനമായിട്ടും വേണ്ടത്, ഇത് നമ്മളുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടി വരും. പള്ളിക്കാര് പരിശ്രമിക്കട്ടെ, അല്ലെങ്കിൽ പ്രവർത്തകർ പരിശ്രമിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പരിശ്രമിക്കട്ടെ എന്ന് കരുതി നമ്മൾ ഉപേക്ഷിച്ചാൽ, വിട്ടുകളഞ്ഞാൽ ഒരിക്കലും ആളുകൾ കൂടില്ല. നമ്മളായിട്ട് സ്വയം ഇറങ്ങേണ്ടി വരും. നമ്മൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളവരെ നേരിട്ട് ഫോൺ വിളിക്കണം, അവരോട് പറയണം, പരമാവധി നിങ്ങളുടെ കെയർ ഓഫിൽ 2 പേരെങ്കിലും നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഇങ്ങനെ ഓരോരുത്തരോട് നമ്മൾ ഫോൺ വിളിച്ച്, അതേപോലെ തന്നെ മെസ്സേജ് അയച്ച് ഒക്കെ നമ്മൾ പരിശ്രമം നടത്തുമ്പോഴാണ് ആളുകൾ ഒരുമിച്ച് കൂടുകയുള്ളൂ. പ്രത്യേകിച്ച് ആ നാട്ടിലുള്ള ആലിമീങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രോതാക്കളെ നമ്മളുടെ സദസ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അവരവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധ്യമാകും. അപ്പൊ ഒന്ന് നമ്മളുടെ പരിശ്രമം വേണം. രണ്ടാമത്തത്, നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം. എനിക്ക് ഖുർആന്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥമൊക്കെ അറിയാം, ബാക്കി അവിടെ കസേരയിൽ ഇരുന്നിട്ട് ആണ് അടിച്ചുവിടാം എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. കാരണം ഒന്ന് ഖുർആനാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. ഖുർആനിൽ ഒരിക്കലും സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല. മൻ ഖാല ഫിൽ ഖുർആനി ബിറഅയിഹി വഇൻ അസാബ ഫഖദ് അഖ്താ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ആരെങ്കിലും ഖുർആനിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ യാദൃശ്ചികമായി അത് ശരിയാവുകയും ചെയ്താൽ പോലും അവൻ ചെയ്തത് തെറ്റാണെന്നാണ് ആര് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഖുർആന്റെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശരിക്ക് മുത്താല ചെയ്ത് ഇതിന്റെ അർത്ഥവും ആശയവും ഇത് തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് നമ്മൾ പല തഫ്സീറുകളെയും നമുക്ക് അവലംബിക്കാൻ സാധിക്കും. എളുപ്പമാകുന്ന കുറെ തഫ്സീറുകളൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാവുന്നത്. തഫ്സീർ ഇബ്നു കസീർ ഉണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ചില ആയത്തുകൾ, ആശയങ്ങൾ മനസ്സിലാക്കാൻ അബൂബക്കർ ജസായിരിയുടെ ഐസറു തഫാസീർ ഉണ്ട്. ഒരായത്തെടുത്താൽ ആ ആയത്തിലുള്ളതായ ഫവായിദുകൾ, എന്തൊക്കെയാണ് ആയത്തിൽ കിട്ടുന്നത് എന്ന് എണ്ണമിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടാവും. ഈ ആയത്തിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ 3 കാര്യങ്ങളെ ചെറിയ രീതിയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ടാകും. അപ്പൊ ഓരോ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും ഐസറു തഫാസീർ നോക്കിയാൽ. അതേപോലെ തന്നെ കുറച്ചുകൂടി വിശാലമായ മുതാല ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തഫ്സീർ ഇബ്നു കസീർ അവലംബിക്കാം, തഫ്സീർ ഖുർത്തുബി അവലംബിക്കാം.
തഫ്സീർ ഖുർത്തുബിയിലും തഫ്സീർ ഇബ്നു കസീറിലും പരമാവധി ആസാറുകളും അതുപോലെ അഹ്കാമുകളും അതേപോലെ തന്നെ അഖ്വാലുകളും അവർ കൊണ്ടുവരാറുണ്ട്. എന്നാൽ ആയത്തിന്റെ ലഫ്ളിലുള്ളതായ പൊരുളുകൾ, ആയത്തിന്റെ ലഫ്ളിൽ വരുന്നതായ മാറ്റങ്ങളിൽ വരുന്ന ആശയ വ്യത്യാസങ്ങൾ, അത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് തഫ്സീർ റാസി അതേപോലെ തന്നെ ഇമാം അലൂസിയുടെ റൂഹുൽ മആനിയിലായിരിക്കും. ഈ രണ്ട് ഗ്രന്ഥങ്ങളും കൂടി നമ്മൾ നോക്കിയാൽ ലഫ്ളി ചർച്ചകളും ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ല. ലഫ്ളി ചർച്ച എന്ന് പറഞ്ഞാൽ ഹല്ല് ചെയ്യുന്ന ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. ലഫ്ളിൽ വരുന്ന അർത്ഥ ആശയങ്ങൾ വരുന്നതായ അതിന്റെ വിശാലത നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാകും. ഇതുപോലെയുള്ള തഫ്സീറുകൾ നമ്മൾ മുതാല ചെയ്ത് ഏകദേശം നമുക്ക് ഈ പറയപ്പെട്ട തഫ്സീറുകളൊക്കെ മുതാല ചെയ്യുമ്പോൾ 1 മണിക്കൂർ നമുക്ക് ഒരായത്ത് അല്ലെങ്കിൽ 2 ആയത്തൊക്കെ വിവരിക്കാനേ സാധിക്കുള്ളൂ. ഒരായത്ത് അല്ലെങ്കിൽ 2 ആയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? വിവരിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐസറു തഫാസീറിൽ നിന്ന് ഒരു തഫ്സീറിന്റെ ഒരു ആയത്തിന്റെ 3 ഫവായിദുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ 3 ഫവായിദുകൾ ഇന്നതാണ് എന്ന് എണ്ണി പറഞ്ഞ് അതോടുകൂടി ആ തഫ്സീർ അവിടെ നിർത്തൂല, അവിടെ ക്ലാസ് അവസാനിപ്പിക്കൂല. മറിച്ച് ഓരോ ഫായിദയുടെയും ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ചു കൊടുക്കും. ഇങ്ങനെ ഈ 3 എണ്ണം വിവരിക്കുമ്പോൾ തന്നെ ഏകദേശം എന്തായി? 1 മണിക്കൂറിന് അടുത്തൊക്കെ ആകും. പിന്നെ 2ാമത്തെ ആയത്തും കൂടി എടുക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയേക്കാം. കൂടുതൽ നമുക്ക് മുതാല യഥാർത്ഥത്തിൽ ഇന്ന് കുറെ തഫ്സീറുകളുണ്ട്, പുതിയ കുറെ തഫ്സീറുകളൊക്കെ ഉണ്ട്, ഇമാം ഹററിയുടെ തഫ്സീറൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് അങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ നമ്മൾക്ക് ആലിമീങ്ങൾക്ക് കൂടുതലായി ആയത്തുകളുടെ ഉള്ളിലേക്ക് അതിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി അതിന്റെ മുത്തുകൾ വാരിയെടുക്കാൻ സാധ്യമാകുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറയപ്പെട്ട തഫ്സീറുകളെ ആശ്രയിക്കുമ്പോഴാണ്. പ്രധാനപ്പെട്ട മുൻഗാമികൾ രചിച്ചിട്ടുള്ള തഫ്സീർ ഖുർത്തുബിയെയും അതുപോലെ ഇബ്നു കസീർ, തഫ്സീർ റാസി, തഫ്സീർ റൂഹുൽ മആനി പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ മുതാല ചെയ്താൽ കൂടുതലായിട്ട് നമുക്ക് അതിനെ ചർച്ച ചെയ്യാൻ സാധിക്കും. ഈ അടുത്ത കാലഘട്ടത്തിൽ ഖുർആന്റെ തഫ്സീർ എടുക്കുന്ന വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു മുത്തവല്ലി ഷഅറാവി എന്ന് പറയുന്നവര്. അദ്ദേഹത്തിന്റെ തഫ്സീറുകളുടെ വീഡിയോസ് തന്നെ ധാരാളം യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കരമായ തഫ്സീറാണ് അദ്ദേഹത്തിൻ്റെത്. ഓരോ ആയത്തിന്റെ അതിന്റെ വശ്യതയും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ള ഭംഗിയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വളരെ ആകർഷണീയമായ നിലയിലാണ് ഷഅറാവി വിവരിക്കാറുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിവരണം നോക്കിയിട്ട് നമ്മൾ ഈ പറയപ്പെട്ട തഫ്സീറുകൾ, തഫ്സീർ റൂഹുൽ മആനിയോ തഫ്സീർ റാസിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിലുള്ള ലഫ്ദിന്റെ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്രയും വിശാലമായ തഫ്സീർ ആര് പറയുന്നത്? തഫ്സീറിലെ ഇമാം മുത്തവല്ലി ഷഅറാവി പറയുന്നത്. അപ്പം നമ്മൾ അവലംബിക്കേണ്ടതായ ചില ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മളുടെ സദസ്സിൽ വരുന്ന ആളുകളുണ്ട്, പലതരം ആളുകളാണ് ഉണ്ടാവുക. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പള്ളികളിൽ ഖുർആൻ ഓതാൻ പോലും അറിയാത്ത ആളുകളുണ്ടാവും. ഖുർആൻ ഓതാൻ പോലും അറിയാത്ത ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി ദിവസേന ഖുർആൻ ഓതാൻ പഠിക്കാനുള്ള ഒരു ക്ലാസ്, ഒരു സദസ്സ് ചെറിയൊരു സമയത്തേക്ക് നമ്മളെ പള്ളികളിൽ ഇമാമായിട്ട് നിൽക്കുന്നവർ പ്രത്യേകിച്ച് സംഘടിപ്പിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. രാവിലെയോ അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമോ ഒരു 1/4 മണിക്കൂറോ ഒരു അരമണിക്കൂറോ നമ്മൾ അതിന് സംഘടിപ്പിച്ചാൽ മതി. ഇപ്പൊ നമ്മളൊരു സുഹൃത്തുണ്ട് കൗസരി, അൻസാരി സുഹരിയുടെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിയാൻ കൗസരി എന്നുണ്ട് പറയുന്ന ആള്. അദ്ദേഹം ആലപ്പുഴ ഒരു പള്ളിയിലാണ് ഇമാമത്ത് നിൽക്കുന്നത്. അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം നമ്മളെ പെരുമ്പാവൂർ സമ്മേളനത്തിന് കണ്ട സമയത്ത് പറഞ്ഞിരുന്നു, ആ പള്ളിയിൽ വരുന്ന ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളെ മാത്രം അദ്ദേഹം കണ്ടെത്തി ആദ്യം. എന്നിട്ട് അവരെ ഒറ്റക്ക് പോയി സംസാരിച്ചിട്ട് ഖുർആൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ കുറച്ച് ആളുകൾ തയ്യാറായി. അവർക്ക് ഹർഫുകളും മുതൽ അങ്ങോട്ട് അറബി അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് അവര് അമ്മ ജുസിന്റെ താഴ്ഭാഗത്ത് ഇന്ന് മുതൽ തുടങ്ങിയിട്ട് ഏകദേശം അമ്മ ജുസ് നല്ല വണ്ണം തജ്വീദോടെ നൂറാനി ഖായിദൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. തജ്വീദോടെ ഓതുന്നവരായി മാറിയിട്ടുണ്ട്. സാധാരണക്കാരായ പ്രായമായ ആളുകളാണ് അധികവും ആ സദസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് അങ്ങനത്തെ ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കണം. അവർ ചിലപ്പോൾ നമ്മുടെ ഖുർആൻ ക്ലാസ്സിലുണ്ടാവും. അവരിങ്ങനെ നമ്മളെ പ്രസംഗം പോലെ ഖുർആൻ ക്ലാസ് കേൾക്കുക എന്നുള്ളതല്ലാതെ ആ ഖുർആനിനെ അടുത്തറിയാൻ ചിലപ്പോൾ അവർക്ക് സാധിക്കണം എന്നില്ല. ഇന്ന കാര്യങ്ങൾ ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രമേ അവർ ആ ഒരു ക്ലാസ്സിനെ അവര് സമീപിക്കുന്നുണ്ടാവുള്ളൂ. മറിച്ച് ഖുർആൻ ഓതുകയും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും അവരിൽ അത് ഖുർആൻ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ്. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ കൂട്ടര് നല്ല എഡ്യൂക്കേഷനുള്ള ആളുകള്, പഠിതാക്കളായ ആളുകള്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതുപോലെയുള്ള ഏതെങ്കിലും ഡിഗ്രികൾ കരസ്ഥമാക്കി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ. ആ കൂട്ടത്തിൽ തന്നെ പലരും ഖുർആൻ തർജുമ വായിക്കുന്നവരുണ്ടാവും. നിത്യമായി ഖുർആൻ തർജുമ വായിക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനുകളിൽ ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരോ കേൾക്കുന്നവരോ ആയിരിക്കും. അവർക്ക് ഖുർആനുമായിട്ടൊരു ടച്ച് ഉണ്ടാവും, ഒരു ബന്ധം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഖുർആൻ കൂടുതലായിട്ട് അടുത്തറിയാൻ വേണ്ടിയിട്ട് ദിനേനയാകുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, ഇനി അതല്ലെങ്കിൽ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങൾ നിശ്ചയിച്ച്, ഒരു ദിവസം മാത്രം ഒതുങ്ങാതെ ഒരു 2-3 ദിവസം നിശ്ചയിച്ച്, ഒരു സമയവും നിശ്ചയിച്ചിട്ട് അവർക്ക് സദസ്സ് സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരു ഖുർആന്റെ ക്ലാസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും. ഏത് രീതിയിൽ? വെറും അർത്ഥവും ആയത്തും മാത്രം ഇങ്ങനെ പറഞ്ഞു പോകാതെ അവർ ആയത്തിന്റെ പദാനുപത അർത്ഥത്തോടൊപ്പം തന്നെ അതിന്റെ ഗ്രാമറും, ആ ഗ്രാമറിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന അർത്ഥവ്യത്യാസങ്ങളുമെല്ലാം ബോധ്യപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ അവർക്ക് അറബി ഗ്രാമറുമായിട്ടും ഒരു ടച്ച് ഉണ്ടാകും ചെറിയ രീതിയിൽ. അതേപോലെ തന്നെ ഖുർആന്റെ അർത്ഥവും ആശയവും അറിയാൻ സാധിക്കും. നമ്മളുടെ ബഹുമാനപ്പെട്ട ഹസൻ മൗലവി മുമ്പൊക്കെ അൻസാറുൽ മസ്ജിദിൽ അങ്ങനെ ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോഴുണ്ടത്? ഇപ്പോഴുണ്ടോ? അന്ന് ഒഴിവ് സമയത്ത്, അസംബ്ലി ഇല്ലാത്ത സമയത്ത് ക്ലാസ് എടുക്കാണ്ടി പോയപ്പോൾ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആളുകളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അത്യാവശ്യം കുറെ കാര്യങ്ങൾ ഹസൻ മൗലവിയിൽ നിന്നും അവർ പഠിച്ചതിന്റെ പേരിൽ ഖുർആന്റെ അർത്ഥവും പല ലഫ്ലുകളുടെ അർത്ഥങ്ങളും അതേപോലെ തന്നെ ഗ്രാമറുകളും ചെറിയ രീതിയിലൊക്കെ പഠിച്ച ആളുകളായി മാറിയിട്ടുണ്ട്. മൂന്നാമത്തെ ആളുകളാണ് സാധാരണ നമ്മളൊക്കെ എടുക്കുന്ന ഖുർആൻ ക്ലാസ്സിലുള്ളത്. അതായത് ഒരു ഖുർആനെ കുറിച്ചുള്ള ചർച്ച കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിക. അത് നമ്മള് 2 രീതിയിലാണ് എടുക്കാറുള്ളത്. ഒന്ന്, ഖുർആനിലെ ഒരായത്ത് നമ്മൾ ഓതി കേൾപ്പിക്കും. നമ്മൾ ഓതുന്നത് പോലെ നമ്മളുടെ സദസ്സിലുള്ളവരോട് ഓതാൻ വേണ്ടി പറയും. അത് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ഖുർആൻ ഓതുമായിരുന്നു. അമ്പാടിലെ ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഒരായത്ത് തന്നെ 3 പ്രാവശ്യം ഓതി കൊടുക്കും. അബൂബക്കർ ജസാഇരി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഖുർആൻ ക്ലാസ് എടുക്കുന്ന രീതിയെ സംബന്ധിച്ച് ഒരു ആയത്ത് 20 പ്രാവശ്യം ഓതണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരായത്ത് 20 പ്രാവശ്യം ഓതണം. നമ്മൾ ഓതുക മാത്രമല്ല, അവരെ കൊണ്ട് ഓതിപ്പിക്കുകയും വേണം 20 പ്രാവശ്യം. അങ്ങനെ ആ ആയത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ, മനഃപ്പാഠമാക്കിയാൽ, പിന്നെ അതിന്റെ അർത്ഥവും ആശയം കൂടി പറയുമ്പോൾ കൂടുതൽ അവർ അതിനെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധ്യത കൂടുതലാണെന്നാണ് അബൂബക്കർ ജസാഇരി റഹിമഹുല്ലാഹ് പറയുന്നത്. നമ്മളെ സദസ്സിൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, ആഴ്ചയിൽ 1 ഉണ്ടാവുള്ളൂ എങ്കിൽ 20 പ്രാവശ്യം ഓതലൊക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും. എങ്കിലും നമ്മൾ മുന്നിലെ ശ്രോതാക്കളെ മനസ്സിലാക്കിയിട്ട് ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യം ഒരായത്ത് ഓതി കേൾപ്പിച്ചെടുക്കുക. നമ്മൾ ഓതുക, അവരെ കൊണ്ട് ഓതിപ്പിക്കുക. അതിൽ തജ്വീദിന്റെ നിയമങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുക.
നമ്മള് തജ്വീദിന്റെ ക്ലാസ് എടുത്തിട്ട് പഠിപ്പിക്കൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. തജ്വീദിന്റെ ക്ലാസ് എടുത്തിട്ട് നമുക്ക് ഖുർആൻ ക്ലാസ് എടുത്താൽ ചിലപ്പോൾ എല്ലാ ശ്രോതാക്കളും അങ്ങനെ ആകണമെന്നില്ല. അപ്പൊ ഒരായത്തില് അവിടെ വന്നിട്ടുള്ള നിയമങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അവിടെ ആരെങ്കിലും ഇദ്ഗാം തെറ്റിച്ച് ഓതുന്നുണ്ടെങ്കിൽ, ഇഖ്ഫാ തെറ്റിച്ച് ഓതുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇവിടെ ഓതേണ്ടത് ഇങ്ങനെയാണ്, ഇതിന് ഇദ്ഗാം എന്നാണ് ഈ നിയമത്തിന് പറയാ, അല്ലെങ്കിൽ ഇഖ്ഫാ എന്നാണ് പറയാ, ഇവിടെ ഓതേണ്ട ശൈലി ഇങ്ങനെയാണ്. എന്നിട്ട് മറ്റൊരു ഉദാഹരണം കൂടി വേണമെങ്കിൽ നമ്മൾ ഓതിക്കൊടുക്കുക. ആളുകൾക്ക് അറിയാവുന്ന സൂറത്തിൽ നിന്ന്, സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്തിൽ നിന്ന്. അതാണ് ഒരു രീതി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓതിക്കൊടുത്തതിന് ശേഷം 3 പ്രാവശ്യമൊക്കെ നമ്മൾ ആയത്തുകൾ ഓതിക്കൊടുത്തതിന് ശേഷം ആയത്തിന്റെ അർത്ഥം പറയും, പദാനുപദമുള്ള അർത്ഥം പറയും, ജുംലകളായിട്ട് അർത്ഥം പറയും. എന്നിട്ട് ഈ ആയത്തിന്റെ ഒരു ടോട്ടലായ വിവരണമാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പറയാറുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐസറു തഫാസീറിനെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആയത്തിന്റെ പദാനുപദ അർത്ഥം പറഞ്ഞതിന് ശേഷം, അപ്പൊ ആയത്തിന്റെ ഏകദേശ അർത്ഥം ആളുകളുടെ മനസ്സിലേക്ക് വന്നല്ലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ആയത്തില് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ 3 കാര്യങ്ങൾ എങ്ങനെ വിവരിച്ചാൽ ആയത്തിന്റെ ഏകദേശമുള്ള അർത്ഥവും അതിന്റെ ആശയവും അവർക്ക് മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. ഇതാണ് ഒരു രീതി. പിന്നെ മറ്റൊന്ന്, നമ്മൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സൂറത്ത് അടിസ്ഥാനത്തിൽ ചെയ്യാം. ഒരു സൂറത്ത് എടുക്കുകയാണെങ്കിൽ ആ സൂറത്തിന്റെ ഓരോ ആയത്തിലും തുടർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഇനി അതല്ലെങ്കിൽ തഫ്സീറുൽ മൗദൂഇയുടെ രൂപത്തിൽ ഏതെങ്കിലും ഒരു ആയത്ത് മാത്രം എടുക്കുക. ആഴ്ചയിൽ ഒരു ക്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഒരു ഖുർആൻ ക്ലാസ്സിന് ഒരു ആയത്ത് എടുത്തു, എവിടുന്നെങ്കിലും ആനുകാലികമായിട്ട് കൂടി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഒരു ആയത്തെടുത്തു, അതിന്റെ അർത്ഥവും ആശയവും പറഞ്ഞിട്ട് വിവരിച്ചു കൊടുക്കുക. അതിന്റെ അർത്ഥവും ആശയവും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വിവരിച്ചു കൊടുക്കുക. അപ്പോ അതൊരു തഫ്സീർ മൗദൂയാണ്. അത് നമ്മൾ ഓരോരോ സൂറത്തിന്റെ അടിസ്ഥാനത്തിലാകണമെന്നില്ല. ആ ആഴ്ചയിൽ പറ്റിയതായ, എടുക്കാൻ അനുയോജ്യമായ ഒരു ആയത്ത് മാത്രം എടുത്തുകൊണ്ട് വിവരിക്കലാണ്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ ധാരാളം നടക്കുന്നുണ്ട്. നമ്മളെ ഈ റഹ്മത്തുള്ള ഖാസിമിന്റെ ഒക്കെ ഖുർആൻ ക്ലാസ് നിലമ്പൂരിലൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെയായിരുന്നു. ഒരു സൂറത്തിന് ബേസ് ചെയ്തിട്ടായിരുന്നില്ല, എവിടെന്നെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് ആ ആയത്തിന് മാത്രം വിവരണങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നടത്തുന്നവരുണ്ട്. ഈ അബൂബക്കർ ജസായിരിയുടെ തന്നെ അങ്ങനത്തെ ക്ലാസ്സുകളുണ്ട്. വെറും ഓരോ ആയത്ത് മാത്രം എടുത്തുകൊണ്ട് വിവരിക്കും, അല്ലെങ്കിൽ ഒരു ഹദീസ് മാത്രം എടുത്തുകൊണ്ട് വിവരിക്കും, അങ്ങനത്തെ സദസ്സുകൾ. അപ്പൊ നമ്മൾ പറയുന്നെങ്കിൽ ഈ ആയത്തിൽ എന്ത് ചെയ്യാം, 3 പ്രാവശ്യം ഓതിക്കൊടുത്ത് അതിന്റെ അടുത്ത ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ള രീതി. എന്നാൽ മറ്റു പല പ്രസ്ഥാനങ്ങള് ഖുർആന്റെ ക്ലാസ് എടുക്കുന്ന രീതിയെ കുറിച്ച് നമ്മളിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പൊ അതിന് പറഞ്ഞത്, നമ്മളിപ്പോ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, മറ്റു ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന ആളുകള് അവരുടെ അഭിപ്രായം പറഞ്ഞത്, അവരുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളതായ ഒരായത്താണെങ്കിൽ അതിന്റെ തഫ്സീറും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മൾ തന്നെ ഒരു പ്രസംഗ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഈ ആയത്തിന്റെ ഉദ്ദേശവും ആശയങ്ങളും അങ്ങനെ ഇങ്ങനെ ഒരു മണിക്കൂർ അങ്ങോട്ട് വെച്ച് കാച്ചിട്ടാണ് പിരിഞ്ഞു പോകലാണ്. പക്ഷേ ഇവരുടെ രീതികൾ എന്ന് പറഞ്ഞാല് ശരിക്ക് ഒരു ക്ലാസ് തന്നെയാണ്. നമ്മൾ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഓരോ ആയത്തിന്റെ അർത്ഥവും എഴുതിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തിന്റെ പൊരുളുകൾ എഴുതിപ്പിക്കും. അതേപോലെ തന്നെ ആയത്തിന്റെ സബബ് നുസൂലുകള് അതും എഴുതിപ്പിക്കും. ചിലത് പറയുന്നത് ഓരോ ആയത്തിന്റെ ബന്ധങ്ങള്, ഈ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഷാറാവിയുടെ തഫ്സീറിന്റെ ഏറ്റവും വലിയ പ്രയോജനം അതാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ആയത്തും അതിന്റെ മുമ്പത്തെ ആയത്തും തമ്മിലുള്ള ബന്ധങ്ങൾ അദ്ദേഹം വിവരിക്കും. ഓരോ സൂറത്തും അതിന്റെ മുന്നത്തെ സൂറത്തുമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹം വിവരിക്കും. അപ്പൊ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വലിയ ഉപകാരം ഉണ്ടാവും. ഈ ആയത്തും മുമ്പത്തെ ആയത്തും നമ്മളുടെ ബന്ധം എന്താണ്, ഈ സൂറത്തും മുമ്പത്തെ സൂറത്തും തമ്മിലുള്ള ബന്ധം എന്താണ്. അത് ഈ ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീറിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മാലൂസി റൂഹുൽ മആനിയിലും പറയുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ആയത്തുകളുടെ ബന്ധങ്ങളും ഓരോ സൂറത്തുകളുടെ ബന്ധങ്ങളും. അപ്പൊ ഇതൊക്കെ അവരെ കൊണ്ട് എഴുതിപ്പിച്ചതിന് ശേഷം പിറ്റത്തെ ആഴ്ച ആദ്യഘട്ടത്തിൽ നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടത്തിയ ക്ലാസിന്റെ
ചോദ്യങ്ങളാണ്, ചോദ്യ രീതിയിലാണ് ഉണ്ടാകുക. ആ ആയത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ആ ഉദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങളുണ്ടായി. എന്നിട്ടാണ് അടുത്ത ഇതിലേക്ക് പോകാറുള്ളത്, അടുത്ത ക്ലാസ്സിലേക്ക് പോകാറുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് രൂപവും അവലംബിക്കാൻ. ഞാൻ പറയുന്നത് നമ്മളുടെ ശ്രോതാക്കൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് ക്ലാസ് എടുക്കാൻ. ഇപ്പൊ നമ്മൾ നിലമ്പൂര് ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട് ബുധനാഴ്ച ഒരു അരമണിക്കൂർ. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിലമ്പൂരുകാർ കുറെ നേരം ഒന്നും സദസ്സിൽ ഇരിക്കൂല. എത്ര ആണെങ്കിലും ശരി, ഒരു കുറച്ചു നേരം എഴുന്നേറ്റ് തന്നെ പോകും, എത്ര വലിയ പ്രഭാഷകരാണെങ്കിലും. അല്ലെങ്കിൽ അവരുടെ അതിന്റെ നീരസം അവർ ശരിക്ക് കാണിക്കും. നമ്മൾ എന്ത് ചെയ്തു, മഷൂറ ചെയ്ത് ഞങ്ങൾ നിലമ്പൂരിലെ ഉലമാക്കൾ കൂടിയിട്ട് അങ്ങനെ നമ്മൾ തീരുമാനിച്ചു എല്ലാ ബുധനാഴ്ചയും അരമണിക്കൂർ ക്ലാസ് എടുക്കും. 25 മിനിറ്റ് ഖുർആനിന്റെ ആയത്തുകളുടെ തഫ്സീറും 5 മിനിറ്റ് ദുആയും. മാഷാ അല്ലാഹ് ഇപ്പൊ ഒരു 3 മാസത്തിന്റെ അടുത്തായി അല്ലെ സറസേ, 3 മാസത്തിന്റെ അടുത്തായി വളരെ ഭംഗിയായ നിലയിൽ ഇവരുടെയൊക്കെ ഉലമാക്കളുടെ മൊത്തം കൂട്ടമായ പരിശ്രമത്തിന്റെ പേരിൽ ഓരോ ആഴ്ചയും ആളുകൾ കൂടി വരുന്ന അവസ്ഥയാണ് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ഷായർ ഉസ്താദിന്റെ നിയ്യത്തായിരുന്നു ആദ്യ ക്ലാസ് ഉണ്ടായപ്പോ തന്നെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ അതിന് ഒരു സംഖ്യ പിരിക്കുകയും അന്ന് 4 കിലോ മാത്രമാണ് നമ്മൾ ഭക്ഷണം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് 5 ആയി, ഇപ്പൊ അത് 6 എത്തി നിൽക്കുകയാണ് അൽഹംദുലില്ലാ. അത് ഫസ്റ്റത്തെ 2-3 ആഴ്ച സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ആലിമീങ്ങളാണ് പിരിവിട്ടതും നമ്മളാണ് ഭക്ഷിപ്പിച്ചതും അതിന് മുന്നിട്ടിറങ്ങിയത് ഖിദ്മത്ത് ചെയ്തതൊക്കെ. പിന്നെ അതിനുശേഷം ജനങ്ങളാണ് ഏറ്റെടുത്തത്, അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഒരു പുതുതായി ഒരു ക്ലാസ് തുടങ്ങുന്ന ഇടത്ത് ചിലപ്പോൾ നമുക്ക് ആളുകൾ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ചില ഇക്കുമത്തുകൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മളും പൈസ ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചിലപ്പോൾ 5-10 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആളുകൾ കൂടി വരും. ഈ ഇവിടെ കാരക്കുന്ന് ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് ആമ്പയ്യൂർ റോട്ടിൽ. ഫസ്റ്റ് ഖുർആൻ ക്ലാസ്സിന് പോയ സമയത്ത് 7 പേര് 8 പേരൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയണെങ്കിൽ ആ സമയത്ത് ചടച്ചിട്ടുണ്ടായിരുന്നു, പോകണ്ട എന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ചില ആളുകളോട് മുഷാവറ ചെയ്തപ്പോൾ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അത് പിന്നീട് ആളുകൾ കൂടുമെന്ന് പറയണ്ടായി. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്നെ പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആളുകൾ ഉണ്ടാകുന്ന അവസ്ഥയിലാവും. അപ്പൊ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ആളുകൾ ഉണ്ടാവും. വളരെ അത്യാവശ്യമാണ്. ജനങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് കേൾക്കുന്നത്, വളരെ ആവേശത്തോടെയാണ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശ്രോതാക്കളെ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കേണ്ടത്. നല്ല ശ്രോതാക്കളാണെങ്കിൽ, പഠിതാക്കളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എല്ലാ രീതിയിലും നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അതിന്റെ ആയത്തുകളുടെ ഗ്രാമറുകളും അതിന്റെ തജ്വീദിന്റെ നിയമങ്ങളും എല്ലാം വിവരിച്ചുകൊണ്ട് നല്ല പഠിപ്പിച്ചിട്ട് തന്നെ വിടാൻ പറ്റും. ചില ആളുകൾ വെറും കേൾവിക്കാരായിട്ട് മാത്രമായിരിക്കും വരിക. അവരെ സംബന്ധിച്ചിടത്തോളം അവരെയും നമ്മൾ അവഗണിക്കണ്ട, അല്ലെ അവരെ കൊണ്ട് കാര്യം നടക്കില്ല, ഈ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കണ്ട. നമ്മൾ ആവേശത്തോടെ ആഗ്രഹത്തോടെ പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്കും അവർക്കൊക്കെ ഉണ്ടാവും. പ്രത്യേകമായിട്ട് നമ്മളുടെ ഈമാൻ വർദ്ധിക്കാൻ ഒരു കാരണമാകും എന്നുള്ളതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. മുഅ്മിനീങ്ങളുടെ ഗുണമായിട്ട് അല്ലാഹു തആല പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ ആയാത്തുകൾ അവരുടെ മുന്നിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. ഈമാനിന്റെ അങ്ങേയറ്റമുള്ളതായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ ഖുർആൻ കൊണ്ട് അവർക്ക് പ്രതിഫലനമുണ്ടായ സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണാൻ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവും, കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ ഈ ആയത്ത് ഓതുന്നത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു രോമാഞ്ചമുണ്ടായി, വിറയുണ്ടായി, വീട്ടിലേക്ക് പോയി, പനി ബാധിച്ചു, 1 മാസം കടന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. വല്ലാത്ത ഒരു മാറ്റങ്ങൾ ഇതിലുണ്ട്. ഇത് ഖുർആൻ പഠിക്കുമ്പോൾ നമ്മളുടെ ഈമാന്, കേൾവിക്കാരുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ട്. കാരണം സഹാബാക്കൾ പറഞ്ഞതുപോലെ തഅല്ലംനൽ ഈമാൻ സുമ്മ തഅല്ലംനൽ ഖുർആൻ. നമ്മൾ അവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്താറാണ് സാധാരണ പതിവ്. ഫസ്ദദിന ബിഹി ഈമാനെന്നും കൂടി ഉണ്ട്.
നമ്മൾ ഈമാൻ ആദ്യം പഠിച്ചു. എന്താണ് അള്ളാഹുള്ള വിശ്വാസം, എന്താണ് പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസം, പ്രവാചകരുടെ വിശ്വാസം, എല്ലാം നമ്മൾ പഠിച്ചു, അനുഭവിച്ചറിഞ്ഞു എന്നല്ല പറഞ്ഞത്, അത് പഠിക്കുകയാണ് ചെയ്തത്. ഖുർആൻ, പിന്നീട് ഞങ്ങൾ ഖുർആനെ പഠിച്ചു എന്നാ പറഞ്ഞത്. ഖുർആൻ അവർ ഓതിയെന്നല്ല, ഓതാൻ മാത്രല്ല, അതിന്റെ ആശയങ്ങളും പൊരുളുകളും എല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് അവർ പറഞ്ഞത് ഫസ്ദദ്നാ ബിഹി ഈമാന, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചത് എന്തുകൊണ്ടാണ്? ഖുർആൻ കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മളുടെ മഹല്ലുകളിൽ, നമ്മളുടെ നാടുകളിൽ, നമ്മളുടെ കുടുംബത്തിൽ, എല്ലാത്തിലും ഖുർആനിന്റെ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.